നമസ്കാരം. നമ്മളുടെ സ്കിൻ ആൻഡ് ഹെയർ കെയർ സീരീസിൻ്റെ അടുത്ത പാർട്ടാണ് ഇന്ന് ചെയ്യുന്നത്. ഇത് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു വെയിറ്റ് ലോസിന് വേണ്ടിയിട്ട് എന്താ ചെയ്യണമെന്ന്. വെയിറ്റ് ലോസിന് വേണ്ടിയിട്ട് സ്പെഷ്യലാണ് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. ചോറ് വളരെ കുറച്ച് മാത്രമേ കഴിക്കുള്ളൂ. പിന്നെ പിന്നെ നൈറ്റ് സമയത്ത് നമ്മൾ കൂടുതൽ ചോറ് കഴിക്കാതെ വയറ് ചാടാനൊക്കെ ചോറ് കഴിക്കുമ്പോൾ ബുദ്ധിമുട്ടാവും. അപ്പോൾ അതുകൊണ്ട് ചപ്പാത്തിയോ അല്ലെങ്കിൽ എന്തെങ്കിലും മാൾട്ടുകൾ ഉണ്ടെങ്കിൽ അത് കഴിക്കുക. അത് നമ്മുടെ ബയോട്ടിൻ പൗഡറിൻ്റെ ഉണ്ടായിരുന്നത് കഴിക്കുന്ന കേട്ടോ. ഒരു 8 മണിക്ക് മുന്നേ എപ്പോഴും 8 മണിക്ക് മുന്നേ എപ്പോഴും ഭക്ഷണം കഴിക്കുന്നതാണ് നല്ലത്. 1 2 3 സ്കൂപ്പ് എടുത്തിട്ടുണ്ട്. 3 സ്കൂപ്പ് മതി, ധാരാളമാണ്. കാരണം എല്ലാം ഉണ്ടെങ്കിൽ റാഗി വരെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് വേറെ എക്സ്ട്രാ വേറെ മോൾട്ടൊന്നും ചേർക്കേണ്ട കാര്യമില്ല. നല്ലതാണ്. കൊളാജൻ പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യാനായിട്ട് ഇത്രയും നല്ലതെന്നാണ് വേറെ ഒന്നുമില്ല. വീട്ടിലുണ്ടാക്കാം. കുറേ പേര് ചോദിക്കാറുണ്ട് സ്കിന്ന് സാഗ് ചെയ്ത് വരുന്നു. എനിക്കും കണ്ടില്ല, എൻ്റെ കവിളിൻ്റെ അവിടെയൊക്കെ ഞാനിങ്ങനെ കുറച്ച് ചപ്പിയായിട്ട് ഇരുന്നിരുന്ന സമയം ഉണ്ടായിരുന്നല്ലോ. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ മാറുമ്പോൾ ഇവിടെയൊക്കെ നല്ലപോലെ അത് ലൈൻസ്, എൻ്റെ ഞരമ്പുകൾ വിസിബിൾ ആവുന്നത് അവിടുത്തെ ടിഷ്യൂ ഇതൊക്കെ നശിച്ചു, മീൻസ് ഫാറ്റ് കുറയുന്നതുകൊണ്ടാണ്. അപ്പോൾ അത് നമുക്ക് എത്തിക്കാമെന്ന് പറയുന്നത് കുറച്ച് പേർക്ക് വീണ്ടും ഞാൻ വണ്ണം വയ്ക്കണം. പക്ഷേ വണ്ണം വയ്ക്കാൻ അങ്ങനെ വലിയ താല്പര്യമില്ല. ആവശ്യത്തിനൊരു ഇത് മതി എന്നുള്ളതുകൊണ്ട് നമുക്കൊന്നും ചെയ്യാം. പിന്നെ നമുക്ക് അങ്ങനെയുള്ളവർക്ക് ഫില്ലേഴ്സൊക്കെയാണ് യൂസ് ചെയ്യാൻ നല്ലത്. നമുക്ക് പക്ഷേ ഭയങ്കര റേറ്റാണ്. അപ്പോൾ നമുക്ക് കൊളാജൻ പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യാനായിട്ട് നമ്മുടെ ശരീരത്തിൻ്റെ എവിടെയാണെങ്കിലും സാഗ് ചെയ്ത് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്കത് ഇൻക്രീസ് ചെയ്യാനൊന്ന് വൈറ്റമിൻ ഇ അതുപോലെ ഇതുപോലെയുള്ളത് ഡ്രിങ്ക് കുടിക്കുന്ന നല്ലതാണ് കേട്ടോ. അപ്പോൾ ഇത് ആദ്യം ഒന്ന് നന്നായിട്ട് കലക്കിയെടുക്കുക. നല്ലോണം കുറുകട്ടെ. കുറുകി എല്ലാവരും കൂടെ ഒച്ച വെച്ച് കഴിഞ്ഞാൽ വീഡിയോ എടുക്കാൻ പറ്റില്ല. അപ്പോൾ ഇത് നന്നായിട്ട് കുറുകി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിൽ സോറി പുള്ളിയാ ഒന്നും അറിഞ്ഞിട്ടില്ല. കണ്ട നന്നായിട്ട് കുറുകി കയറാം. ഈ പരിവം ഇതായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ ഓഫ് ചെയ്യാം. പക്ഷെ ഞാൻ കുറച്ച് പാല്, രാത്രിയാണ് എനിക്ക് വയറ് കുറച്ച് കഴിയുമ്പോൾ ഇത് ചോറ് കഴിച്ച് ശീലിച്ചിട്ട് പിന്നെ നമ്മൾ പെട്ടെന്ന് ചപ്പാത്തി ആണെങ്കിൽ ഒരു കുഴപ്പമൊന്നുമില്ല. പക്ഷെ മാൾട്ടാകുമ്പോൾ നമുക്കിത് കഴിച്ച് കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ വിശക്കും. ഇന്നിപ്പോൾ ലേറ്റായി, ഞാൻ 7 8 മണിയാകുമ്പോഴത്തേനും കഴിച്ച് 10 മണിയാകുമ്പോഴത്തേനും കിടന്നാൽ പിന്നെ കുഴപ്പമില്ല. നേരത്തെ എണീക്കുകയാണെങ്കിൽ ഒരു വിഷയം കുഴപ്പമില്ല കേട്ടോ, ഒരു ക്ഷീണം ഉണ്ടാവില്ല. കാച്ചി വെച്ച പാലാണ് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒന്ന് തണുപ്പിച്ചാണ് വരാൻ ആ സമയമാകുമ്പോൾ എടുക്കാമെന്ന് വിചാരിച്ചിട്ട്. ചൂടല്ലേ, പെട്ടെന്ന് ചീത്തയായി പോകും. അപ്പം ഇത് മതി നൈറ്റ്. ഇപ്പോൾ ഇതൊരു കപ്പ് ഉണ്ടാവും കുടിക്കാനായിട്ട്. ഇത് കുടിച്ചാൽ മതി. കുറുകട്ടെ കേട്ടോ. അപ്പോൾ നമ്മളുടെ മാൾട്ട് അല്ലെങ്കിൽ കുറുക്ക് റെഡിയായി. ഇനി ചൂടാറിയതിന് ശേഷം നമ്മുടെ കപ്പിലേക്ക് ഒഴിച്ച് നമുക്ക് കുടിക്കാം. ഇപ്പം നമുക്ക് ചെയ്യാൻ പോകുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ സ്കിന്നിലേക്കുള്ളൊരു മോയ്സ്ചറൈസർ, DIY മോയ്സ്ചറൈസർ ഉണ്ടാക്കാം. അതുപോലെ ഹെയറിലേക്കുള്ള ഒരു സിറം കൂടെ നമുക്ക് ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് മോയ്സ്ചറൈസർ ഉണ്ടാക്കാം. വേണ്ടിയിട്ട് ജെല്ല് എന്തായാലും വേണം. ജെല്ലില്ലാണ്ട് നമുക്ക് മോയ്സ്ചറൈസർ ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കത് ഇരിക്കില്ല, നല്ല ഭംഗിയായിട്ട് ഇരിക്കില്ല. സ്കിന്നിലിടുമ്പോൾ അത് അബ്സോർബ് ചെയ്യാനായിട്ടും ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ ഇത് അലോവേര ജെല്ലാണ് നമ്മളിവിടെ ഉണ്ടാക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള അലോവേര ജെല്ല്, ഫ്രേഗ്രൻസ് ഫ്രീ ആയിട്ടുള്ള കളർലെസ്. ഇത് നമ്മൾ കുങ്കുമപ്പൂവിൻ്റെ എക്സ്ട്രാക്റ്റ് ചേർക്കുന്നതുകൊണ്ടാണ് ഈ ഒരു കളർ കേട്ടോ. ലൈറ്റ് യെല്ലോയിഷ് ടിൻറ്റ് വരുന്നത് കൊണ്ടാണ്. അപ്പോൾ കുറച്ച് 3 സ്പൂൺ നമുക്കത് എടുത്തിട്ടുണ്ട്. സിറമല്ലേ, അത്യാവശ്യം ഇരുന്നോട്ടെ, അല്ലെങ്കിൽ മോയ്സ്ചറൈസർ എന്തായിക്കോട്ടെ എടുത്തിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് നമ്മുടെ സ്കിന്നിലേക്കുള്ള അബ്സോർപ്ഷൻ പെട്ടെന്ന് നടക്കാൻ വേണ്ടി നമുക്ക് കുറച്ച് ഗ്ലിസറിൻ ഒഴിക്കണം. സെൻസിറ്റീവ് സ്കിന്നാണെന്നുണ്ടെങ്കിൽ ഗ്ലിസറിൻ വളരെ കുറച്ച് മാത്രം ഒഴിച്ചാൽ മതി. ഞാനിപ്പോൾ ഏകദേശം 1 സ്പൂൺ, 4 സ്പൂൺ അലോവേര ജെല്ലിലേക്ക് 1 സ്പൂൺ അളവിൽ ഗ്ലിസറിൻ ഒഴിച്ചു. നമുക്ക് റോസ് വാട്ടർ 1 2. ഏത് സ്കിൻകാർക്കും നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും, കാരണം ഓയിലില്ല ഒട്ടും.
ഇനി പിഗ്മെൻറ്റേഷനൊക്കെ മാറണം, അങ്ങനെ സ്കിന്നിൽ അങ്ങനെ കളർ ഡിസ്കളറേഷൻസ് ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലേക്ക് നമുക്ക് ഒരു ഇൻഗ്രീഡിയൻറ്റും കൂടെ ചേർക്കാണ്ട് 2 ഡ്രോപ്പ് സാഫ്രോണിൻ്റെ എക്സ്ട്രാക്റ്റ്. കുറച്ച് നമ്മൾ ക്രീം ഉണ്ടാക്കുമ്പോൾ കൊടുക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാനിത് ലേശം ഒഴിക്കുന്നുണ്ട്, ഒരു കളറിനും പിന്നെ പിഗ്മെൻറ്റേഷൻസൊക്കെ നമുക്ക് ലൈറ്റനാക്കാൻ വേണ്ടിയിട്ടൊക്കെ നമുക്ക് ഉപയോഗിക്കാം. ഇത് വേണമെങ്കിൽ ഓയിൽ ചേർക്കാം കേട്ടോ, അതായത് കുങ്കുമത്തിൻ്റെ ഓയിൽ കിട്ടുമല്ലോ, അത് നമുക്ക് ചേർക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇതിൽ ഓയിൽ കണ്ടൻറ്റ് ഉണ്ടെങ്കിൽ ഇതിൻ്റെ കളർ മാറും. വൈറ്റമിൻ ഇ ക്യാപ്സ്യൂളൊക്കെയാണ് നമ്മൾ എടുക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ കളർ മാറും. ഇത് ഓയിൽ ഫ്രീ ആണ്, കാരണം എൻ്റെ സ്കിൻ കുറച്ച് സെൻസിറ്റീവ് ആൻഡ് പിമ്പിൾ പ്രോൺ സ്കിന്നാണ്, പെട്ടെന്ന് പിമ്പിൾസ് വരും. അതുകൊണ്ട് ഒട്ടും തന്നെ ഞാൻ അതിൽ ഓയിൽ ചേർത്തിട്ടില്ല, പക്ഷേ നല്ലൊരു മോയ്സ്ചറൈസറാണ്. ഇത് കിടക്കുന്നതിന് മുൻപ് നമുക്ക് മുഖത്ത് ഫുള്ളായിട്ട് അപ്ലൈ ചെയ്തിട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ DIY മോയ്സ്ചറൈസറാണ് നമ്മളുടെ. ഇതൊരു കണ്ടെയ്നറിൻ്റെ അകത്ത് ആക്കി വെക്കുക, ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യുക. നൈറ്റിൽ കിടക്കുന്ന സമയത്ത് ഇതാ നമ്മുടെ മുഖത്ത് അപ്ലൈ ചെയ്തിട്ട് കിടക്കുക. രാവിലെ എണീറ്റിട്ട് ഫേസ് വാഷ് ഇട്ടിട്ട് മറ്റും വാഷ് ചെയ്യാം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. മുഖത്ത് ഇപ്പോൾ ഇട്ട് കാണിക്കാം ഞാൻ നമ്മളുടെ അലോവേര മോയ്സ്ചറൈസർ നമ്മൾ റെഡിയാക്കി ഒരു കണ്ടെയ്നറിലേക്ക് ആക്കി വെച്ച്, ഇങ്ങനെ ഭംഗിയുള്ള കണ്ടെയ്നറിലൊക്കെ വെച്ച് നമുക്ക് എടുക്കാനും ഉപയോഗിക്കാനൊക്കെ ഇഷ്ടം തോന്നുന്നതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. ഇല്ലെങ്കിൽ വെറുതെ പാത്രത്തിലടിച്ച് വെച്ചാൽ മതി. നിങ്ങൾക്ക് പുറത്ത് പോകുമ്പോൾ ബാഗിലിട്ട് കൊണ്ടുപോവാം, നൈറ്റിൽ യൂസ് ചെയ്യാം, എവിടെ വേണമെങ്കിലും കൊണ്ടുപോകാം. ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യുക. ഇപ്പോഴും നേരത്തെ പറഞ്ഞ പോലെ മോയ്സ്ചറൈസർ, DIY മോയ്സ്ചറൈസർ റെഡി. എപ്പോഴും മോയ്സ്ചറൈസർ ഇട്ടിട്ട് കിടക്കുന്നതാണ് സ്കിന്നിന് നല്ലത്, ഇല്ലെങ്കിൽ നമുക്ക് ഡ്രൈനെസ് വരും. എന്നെ പോലുള്ള സ്കിന്ന്, എൻ്റെ കോമ്പിനേഷൻ സ്കിന്നാണ്, T-സോൺ ഓയിലി, ബാക്കി ഡ്രൈ, അങ്ങനെയാണ്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഇതിലാകുമ്പോൾ നമുക്ക് ഓയിൽ കണ്ടൻറ്റും ഒന്നും ഇല്ല, അതുകൊണ്ട് ധൈര്യമായിട്ട് യൂസ് ചെയ്യാം. കുറച്ച് നേരം കഴിയുമ്പോഴത്തേന് ഇത് അങ്ങോട്ട് പൊയ്ക്കോളൂ കേട്ടോ. ഈ മോയ്സ്ചറൈസറിൻ്റെ ഇട്ടിരിക്കുന്ന സാധനം പൊയ്ക്കോളും. ഇതിന് ശേഷം നിങ്ങൾക്ക് എന്ത് ക്രീം വേണമെങ്കിൽ അപ്ലൈ ചെയ്യാം. നൈറ്റ് ക്രീം ആണെങ്കിൽ നൈറ്റ് ക്രീം അപ്ലൈ ചെയ്യാം. കുറച്ച് നേരം കഴിയുമ്പോൾ ഇത് വറ്റിക്കോളും, സ്കിന്നിലേക്ക് അബ്സോർബ് ആവും. അപ്പോൾ നമുക്ക് ഹെയർ ഗ്രോത്ത് സിറം ഉണ്ടാക്കി വെക്കാം കേട്ടോ. ആദ്യം ഹിബിസ്കസ് ജെല്ലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ജെല്ല് വേണമെങ്കിൽ എടുക്കാം, ഫ്ലാക്സിൽ എടുക്കാം, അല്ലെങ്കിൽ കയ്യിലുള്ള ഏതാണോ അത് എടുക്കാം. ജെല്ല് നമുക്ക് എടുക്കാം. 1 2 ഒരു 3 സ്കൂപ്പൊക്കെ എടുക്കാം. 3 അല്ല 4 സ്കൂപ്പ്, ഫുള്ള് വേണമെങ്കിൽ ഫുൾ എടുക്കാം കേട്ടോ. ജെല്ലെടുത്തു. ഇനി ഇതിലേക്ക് നമുക്ക് ഓയിൽ ഒഴിക്കാം. ഇഷ്ടമുള്ള ഓയിൽ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. നീലമരിയാണ് കയ്യിൽ, നീലമരി ഒഴിക്കുക. കരിഞ്ജീരകമാണ്. ഇത് പനിക്കൂർക്ക് ഇട്ടുകൊണ്ടാണ് ഈ കളറ് പച്ച കളർ ഇരിക്കുന്നത് കേട്ടോ. നമുക്ക് തരുന്ന ഇവിടെ കാച്ചി തരുന്ന അതേ എണ്ണ തന്നെയാണ്. പനിക്കൂർക്ക് ഇട്ടിരുന്നു, കാരണം കുറച്ച് ക്വാണ്ടിറ്റി ഉണ്ടാക്കുമ്പോൾ പച്ച കളർ കുറച്ച് കയറി നിൽക്കും. അപ്പം അത് കുറച്ച് ഒഴിക്കുന്നുണ്ട്. ഏത് ഓയിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ഉപയോഗിക്കുന്ന ഏത് വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഒരു ചെറിയ അളവിൽ ഈ ഒരു നമ്മൾ 4 സ്കൂപ്പ് ഇട്ടിട്ടുണ്ടെങ്കിൽ ഒരു സ്കൂപ്പ് നമുക്ക് ഒരു സ്പൂൺ നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ഒഴിച്ചു. ഇനി നമുക്ക് ഇത് റോസ്മേരി എസെൻഷ്യൽ ഓയിലാണ്. ഇത് കമ്പൽസറി ഒന്നുമല്ല, നമുക്ക് ഓൾറെഡി കരിഞ്ജീരകം അല്ലെങ്കിൽ ഉപയോഗിക്കുന്ന ഹെയർ ഗ്രോത്ത് ഓയിൽ ഏതെങ്കിലും ഉണ്ടെങ്കിൽ അത് മതി. എന്നാലും നമുക്കൊരു എന്താ പറയുക, ഡാൻഡ്രഫിൻ്റെ ഇഷ്യൂസ്, അതുപോലെ സ്കാൽപ്പിൽ ഇറിറ്റേഷൻസ്, ഇച്ചിങ്സ് ഒക്കെ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ഒരു എസെൻഷ്യൽ ഓയിൽ എപ്പോഴും നല്ലതാണ്. അത് ടീ ട്രീ വേണമെങ്കിൽ എടുക്കാം, പെപ്പർമിൻ്റ് എടുക്കാം, ഏത് വേണമെങ്കിൽ എടുക്കാം. 2 ഡ്രോപ്പ് എസെൻഷ്യൽ ഓയിൽ. ഇത് റോസ്മേരി എസെൻഷ്യൽ ഓയിലാണ് കേട്ടോ. നമ്മുടെ ഷാമ്പൂവിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നതാണ്. ഷാമ്പൂ വരാൻ പോകുന്നു. നമുക്ക് വിഷു കഴിഞ്ഞിട്ടായിരിക്കും അതോ വിഷു കഴിഞ്ഞ് നമുക്ക് സാങ്ഷൻ ആയി നമ്മുടെ ഷാമ്പൂ ടെസ്റ്റിന് അയച്ചിരുന്നത് ഓക്കെ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതും നെല്ലിക്കയും വെച്ചിട്ടാണ് ചെയ്യുന്നത്. നല്ല ഷാമ്പൂ ആയിരിക്കും കേട്ടോ. അപ്പോൾ 2-3 ഡ്രോപ്പ് 1 2 3 കിടക്കട്ടെ 4 ഡ്രോപ്പ് ഒഴിച്ച്. നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, എണ്ണ ഉണ്ടെങ്കിൽ കളറ് മാറും, എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ ഇതിലിപ്പോൾ കരിഞ്ജീരകം എണ്ണ ഉള്ളതുകൊണ്ട് അതിൻ്റെ കളറ് വൈറ്റിലേക്ക് ക്രീമി കൺസിസ്റ്റൻസിയിലേക്ക് ആവും. ഇനി നമുക്കിതിനെ സിറമാക്കണം. അപ്പോൾ നമ്മളത് ജെല്ല് പോലെയാണ് ഇരിക്കുന്നത്. സിറമാക്കാനായിട്ട് ഒരല്പം റോസ് വാട്ടർ ഒഴിച്ച് കൊടുക്കാം. റോസ് വാട്ടർ നമുക്ക് എത്ര സിറത്തിൻ്റെ കൺസിസ്റ്റൻസി വേണോ അത്രയും. ഒരു സ്പൂണും കൂടെ ഞാൻ ഓയിൽ ഒഴിക്കുന്നുണ്ട്, കാരണം ഇത്രയും റോസ് വാട്ടർ ഒഴിക്കുമ്പോൾ എണ്ണയുടെ കണ്ടൻറ്റിൽ കുറവാണ്.
വെട്ടി വേർത്ത് എൻ്റെ അമ്മേ, ഇങ്ങനെ വേർത്ത് ഷൂട്ട് ചെയ്തിട്ടില്ലേ അതിന്. യെസ്. ഇനി ഇതിൻ്റെ കൺസിസ്റ്റൻസി മാറ്റണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വീണ്ടും അതേപോലെ തന്നെ എടുക്കുക. ഇത് ഞാൻ കുറച്ച് കട്ടയിൽ ഇരുത്തുന്നതാണ്, അല്ലെങ്കിൽ പക്ക ജെല്ല് ടൈപ്പ് ആവും. അപ്പോൾ നമുക്കത് ഇടുമ്പോൾ ഒരു അസ്വസ്ഥത ഉണ്ടാവും. പക്ക സിറം വെള്ളം പോലെ വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ജെല്ലിൻ്റെ അളവ് കുറയ്ക്കുക, റോസ് വാട്ടറിൻ്റെ അളവും ഓയിലിൻ്റെ അളവും എസെൻഷ്യൽ ഓയിലിൻ്റെ അളവ് കൂട്ടാൻ പാടില്ല. 2-3 ഡ്രോപ്പേഴ്സ് ഇനഫ്. നമ്മൾ 3 സ്കൂപ്പിലേക്ക് ധാരാളമാണ്. ഭയങ്കര കോൺസെൻട്രേറ്റഡ് ആണ് എസെൻഷ്യൽ ഓയിൽ എന്ന് പറയുന്നത്. അപ്പോൾ അത്രയും ആവശ്യമുള്ളൂ. ഇത് നമുക്ക് ഇതിപ്പോൾ സിറം എന്നുള്ള കൺസിസ്റ്റൻസിയിൽ വേണമെങ്കിൽ വീണ്ടും നേരത്തോണം റോസ് വാട്ടർ കുറച്ചും കൂടെ കൂടുതൽ ആഡ് ചെയ്തിട്ട് നന്നായിട്ട് വെള്ളം പോലെ ആക്കിയിട്ട് യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മളുടെ ഹെയർ സിറം റെഡിയായി. ഇത് നമ്മൾ നൈറ്റിൽ കിടക്കുന്ന സമയത്ത് മുടിയിൽ നല്ലൊരു കണ്ടീഷണറും കൂടെയാണ്. ഒട്ടും ഫ്രിസിനെസ് ഹെയറിന് ഇല്ലാതിരിക്കാനായിട്ട് നല്ലതാണ്. ജസ്റ്റ് എടുക്കുക. ഇതിപ്പോൾ മുടി കെട്ടി വെച്ചുകൊണ്ടാണ് ഫുള്ളായിട്ട് അപ്ലൈ ചെയ്യുക. കരിഞ്ജീരകം ഞാൻ എടുക്കാൻ കാരണം വെച്ച് കഴിഞ്ഞാൽ നൈറ്റ് നമ്മൾ ഫുള്ളായിട്ട് അപ്ലൈ ചെയ്ത് കിടക്കുമ്പോൾ നീലമരിയൊക്കെ എടുക്കുമ്പോൾ ബുദ്ധിമുട്ടാവുമെന്ന് വെച്ചിട്ടുള്ളത് കാണിക്കാത്തത്. ഫുള്ള് വരണം കേട്ടോ. ഇതിപ്പോൾ ഷൂട്ട് അവസാനിപ്പിക്കാൻ പോകണ കാരണം കൊണ്ട് ഞാൻ ഇങ്ങനെയൊക്കെ കാണിക്കുന്നത്. ഫുള്ളായിട്ട് പരട്ടുക, സ്കാൽപ്പിലും പരട്ടുക, ഒരു ദോഷമില്ല. കിടന്നുറങ്ങുക. കുറച്ച് കഴിയുമ്പോൾ ഇതാകെ ഡ്രൈ ആവും, അതായത് പില്ലോലൊന്നും ആവില്ല. പിറ്റേ ദിവസം രാവിലെ എണീറ്റിട്ട് തല നന്നായിട്ട് വാഷ് ചെയ്യണം, ഷാമ്പൂ ഇട്ടിട്ട് വാഷ് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും വിചാരിക്കണം. 2 സ്കിൻ കെയർ റൊട്ടീനിൽ ഏറ്റവും അത്യാവശ്യമുള്ള 2 കാര്യങ്ങളാണ് സ്കിന്നിൻ്റെ ഹൈഡ്രേഷൻ, ഹെയറിൻ്റെ ഹൈഡ്രേഷൻ. രണ്ടിന് വേണ്ടി നമ്മൾ DIY മോയ്സ്ചറൈസർ ഉണ്ടാക്കി, അതുപോലെ തന്നെ ഒരു ഹെയർ സിറം ഉണ്ടാക്കി. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീണ്ടും മറ്റൊരു വീഡിയോ വേണ്ടി നമുക്ക് കാണാം. അനിയത്തി വരും. അപ്പോൾ നമുക്ക് അടുത്ത ഷോർട്ട് നമുക്കൊരു ഹെയർ കണ്ടീഷണർ സ്ട്രെയിറ്റനിങ് ഒരു സംഭവം ചെയ്തു തരാം കേട്ടോ. നല്ല എഫക്റ്റീവ് ആയിരിക്കും. ഒരുപാട് പേര് ചെയ്തിട്ടുണ്ട്, മുന്നേ ചെയ്തിട്ടുണ്ട് സംഭവം. അപ്പോൾ പ്രത്യേക കാര്യം പറഞ്ഞാൽ നമുക്ക് ഓഫർ 11-ാം തീയതി മുതൽ 11 തുടങ്ങിയല്ലേ ശ്രീയെ, സോറി 10-ാം തീയതി, നാളെ 10 പെരുന്നാൾ തുടങ്ങി വിഷു വരെ 10 to 14 4 ദിവസത്തെ ഓഫർ ഉണ്ടാവും നമുക്ക് വിഷു വരെ. അപ്പം അത് വെബ്സൈറ്റിൽ കയറി നോക്കുക. ഞാൻ കമ്മ്യൂണിറ്റി ടാബിലും പോസ്റ്റ് ചെയ്യാം കേട്ടോ. വീണ്ടും മറ്റൊരു വീഡിയോയുമായിട്ട് കാണാം. അതുവരേക്കും താങ്ക് യു.